പഴയ കാലത്ത് പടിഞ്ഞാറൻ ഘട്ടത്തിൻ്റെ അടിവാരത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിനടുത്തുള്ള കാട്ടിൽ കാട്ടുള്ളി എന്ന് വിളിച്ചിരുന്ന ഒരു പ്രകാശമുള്ള ആത്മാവിൻ്റെ കണ്ണ് രാത്രികളിൽ മാത്രം തെളിയുമായിരുന്നു. ആ കണ്ണ് ആരെങ്കിലും നോക്കിയാൽ അവർ പാത തെറ്റി കാട്ടിൽ അപ്രത്യക്ഷമാകും. അതുകൊണ്ട് സൂര്യാസ്തമനത്തിന് ശേഷം അവരെല്ലാം വീട്ടിലിരിക്കും. ഗ്രാമത്തിലെ ധീരൻ അനിരുദ്ധൻ ഇതിൻ്റെ രഹസ്യം തേടി ഒരു മഞ്ഞ് വീഴുന്ന രാത്രിയിൽ ഒരു പന്തത്തിന് തീ കൊളുത്തി കാട്ടിലേക്ക് നടന്നു. തടസ്സമില്ലാത്ത കാറ്റിൻ്റെ ശബ്ദം. പെട്ടെന്ന് മരങ്ങളുടെ ഇടയിൽ രണ്ട് കണ്ണുകൾ തെളിഞ്ഞു. അത് മനുഷ്യൻ്റെയല്ല, മൃഗത്തിൻ്റെയുമല്ല, ഏതോ അനാഥമായ ദൈവീക ശക്തിയുടെ കണ്ണുകൾ. അനിരുദ്ധൻ അടുത്തേക്ക് പോയപ്പോൾ ആ കണ്ണിന് പിന്നിൽ പ്രത്യക്ഷപ്പെട്ടത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാട് സേവിച്ചിരുന്ന ദേവാലയത്തിൻ്റെ ആത്മാവ്. അവൻ എല്ലാവരെയും കൊല്ലുന്നില്ല, കാട്ടിൽ കടന്ന് മരം മുറിച്ചവരെ മാത്രം പാത തെറ്റിച്ച് വിടുമായിരുന്നു. അനിരുദ്ധൻ അതിൽ ഒരാളല്ല. അതിനാൽ ആത്മാവ് അവനോട് പറഞ്ഞു, ഈ കാട് ജീവിക്കട്ടെ. അനിരുദ്ധൻ മടങ്ങിച്ചെന്നപ്പോൾ കാടിനെ സംരക്ഷിക്കുന്ന ശക്തിയാണതെന്ന് ആളുകൾക്ക് മനസ്സിലായി.